ഹായ്. ഈ പശുപതി സിമ്പലിനെ പറ്റി എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. 1920 ഒരു റെയിൽവേക്ക് വേണ്ടി ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടി എക്സ്കവേഷൻ നടക്കുന്ന സമയത്താണ് മോഹൻജൊദാരോ എന്ന് പറയുന്ന ഇന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈ ആർക്കിയോളജിക്കൽ സൈറ്റ് ഡിസ്കവർ ആവുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതായിട്ട് തന്നെ ആർക്കും അറിയില്ല. ഇന്നത്തെ പാകിസ്ഥാനിലാണ് അത് കണ്ടെത്തുന്നത്. അന്ന് ഈ മോഹൻജൊദാരോ എന്ന് പറയുന്ന സ്ഥലം ഒരു വാസ്റ്റ് ഒരു അർബൻ സിവിലൈസേഷൻ സെറ്റിൽമെൻ്റ് ആയിരുന്നു. ഇതിനു മുമ്പ് ചരിത്രത്തിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത, എല്ലാവരെയും ഞെട്ടിച്ച ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു. അതെന്തുകൊണ്ടാണ് ഞെട്ടിച്ചതെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ കാരണം മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഒരുപാട് അർബൻ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ മോഹൻജൊദാരോ ഓൾമോസ്റ്റ് ഈ ഈജിപ്തിലേക്ക് പിരമിഡിനെ പോലെ തന്നെ പഴക്കമുള്ള ഏകദേശം 4000 വർഷം പഴക്കമുള്ളതാണ്. 4000 അല്ല, ബേസിക്കലി പല സയൻറ്റിസ്റ്റുകളും അവകാശപ്പെടുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് 12,000 വർഷം മുമ്പായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു 4000 വർഷം മുമ്പുള്ള അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലോ ഒരു സിവിലൈസേഷൻ. അത് മുമ്പേ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും പിന്നെ സർവൈവ് ചെയ്ത് അതിൻ്റെ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പായി ലാസ്റ്റ് ലെവലിൽ നിന്നിരുന്നത് അതിപ്പോൾ നമ്മൾ കുഴിച്ചെടുത്തപ്പോൾ കണ്ടെത്തിയത് ഒരു 4000 വർഷം മുമ്പത്തതാണ്. എല്ലാവരും ഞെട്ടിക്കാനുണ്ടായ കാരണങ്ങൾ പലതും ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, അവിടെ മിക്കവാറും എല്ലാ ഹൗസിലും ഈ കിണറുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബാത്റൂം ഉണ്ടായിരുന്നു. 4000 വർഷം മുമ്പാണ്. ഒരു 100 വർഷം മുമ്പ് കേരളത്തിൽ തന്നെ എത്ര വീട്ടിൽ ഉണ്ടായിരുന്നു ബാത്റൂം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അവിടെ ഓൾമോസ്റ്റ് എല്ലാ ഹൗസും സിമിലർ ആയിരുന്നു. അതായത് ഒരു ഹയറാർക്കി ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. അതായത് ഒരു രാജാവിൻ്റെ കൊട്ടാരം, രാജാവിനെ അടക്കിയ സ്ഥലം, അങ്ങനെ അതിലേക്ക് പണക്കാരൻ പാവപ്പെട്ടവൻ്റെ അന്തരം അവിടെ ഉള്ള വീടുകളിൽ നിന്ന് കാണാൻ സാധിക്കില്ല. പ്രോപ്പർ ഡ്രൈനേജ് സിസ്റ്റം, സ്യൂവേജ് സിസ്റ്റം. ഇന്ന് ട്രിവാൻഡ്രം സിറ്റി ഇപ്പം മഴ കാരണം വെള്ളപ്പൊക്കത്തിൽ കിടക്കുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് അവരൊക്കെ അത് അച്ചീവ് ചെയ്തു. അതും ഒരു ഈഗാലിറ്റേറിയൻ സൊസൈറ്റി എന്ന് തന്നെ പറയാം. സമത്വമുള്ളൊരു സമൂഹം അവിടെ നിലനിന്നു എന്നുള്ളത് എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിച്ചൊരു കാര്യമാണ്. ഈ ഞെട്ടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടെത്തിയ ഒരു കാര്യമാണ് പശുപതിയുടെ ഒരു സിമ്പൽ, അതായത് അവിടെ യൂസ് ചെയ്തിരുന്ന ഒരു സീല് കണ്ടെത്തിയത്. ഈ സീല് പശുപതി എന്ന് പറയുന്ന പുരാതനമായ, ഇതിപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മളവിടെ കണ്ടെത്തിയത്. ഒരു സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ മോഹൻജൊദാരോയിൽ കാണുന്നത്. അവിടെ കണ്ടെത്തിയ പശുപതിയുടെ സിമ്പിളിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഒന്നാമത്, നമ്മൾ ഇന്ന് ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള യോഗ പോസ്റ്റേഴ്സൊക്കെ ഉണ്ടായത് പലപ്പോഴും ഒരു 200 വർഷം മുമ്പാണ് അല്ലെങ്കിൽ 800 വർഷം മുമ്പാണെന്ന് ഇന്ന് പലരും വാദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സീലിൽ അതിലിരിക്കുന്ന ഒരു കഥാപാത്രം ഒരു യോഗിക് പോസ്റ്ററിലാണ് ഇരിക്കുന്നത്. ഫിസിക്കൽ യോഗ പോസ്റ്ററിലാണ് ഇരിക്കുന്നത്. അതിലേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു യോഗ പോസ്റ്ററിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ കാലിൻ്റെ പൊസിഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല പിരിച്ച മീശയുണ്ട്. 2 സൈഡിലായിട്ട് കടുവ, ഹിപ്പോപ്പൊട്ടാമസ്, എനിക്ക് തോന്നുന്നു പോത്ത്, മാൻ, സിംഹം, അങ്ങനെ കുറച്ച് മൃഗങ്ങളുണ്ട്. ഈ മൃഗങ്ങളെല്ലാം കൂടി നിൽക്കുന്നു ഒരു പീസ് സിറ്റുവേഷൻ. അതിനടുക്ക് ധ്യാനനിമിതനായിരിക്കുന്ന പശുപതി. അതായത് ഇന്ന് നമ്മൾ ശിവൻ എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പത്തിനോട് വളരെ സിമിലറായ ഒരു പിക്ചർ, അല്ലെങ്കിൽ ഒരു രൂപം, ആ ഒരു രൂപത്തിലിരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയുടെ സിമ്പിൾ ഭയങ്കര ഫാസിനേഷൻ ഉണ്ടാക്കി. ഒരു ശൈവിസത്തിൻ്റെ അല്ലെങ്കിൽ ശിവ സംസ്കാരം മുമ്പേ എക്സിസ്റ്റ് ചെയ്തതിന് തെളിവായിട്ട് പലരും അത് കാണുന്നുണ്ട്. അത് അന്ന് അവിടെ ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെയാണെന്ന് വാദിക്കുന്നവരുണ്ട്. അത് അന്ന് തന്നെ യോഗയും തന്ത്രയും ഒക്കെ എക്സിസ്റ്റ് ചെയ്തതിൻ്റെ തെളിവാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പലരും പലതും വാദിക്കുന്നു. ഞാൻ ഈ പശുപതിയുടെ സിമ്പിൾ കാണുമ്പോൾ എന്നെ അത് ഫാസിനേറ്റ് ചെയ്യാൻ കാരണം, ഇത്രയും വെറൈറ്റി ഓഫ് മൃഗങ്ങൾ, അനിമൽസ്, അവർ വളരെ സന്തുലിതമായിട്ടുള്ള മനസ്സോടുകൂടി അവിടെ പ്ലേസ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ നടുക്ക് വളരെ പീസായിട്ട് ധ്യാനനിരതനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ആരോ ആവട്ടെ, ശിവനോ പശുപതിയോ ഹൂവർ ഇറ്റ് ഈസ്, അങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ ഒരു സൊസൈറ്റി, ഒരു അർബൻ സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു കാലഘട്ടത്തിൽ, സിവിലൈസേഷൻ ഒരു 4000 അല്ലെങ്കിൽ 12,000 വർഷം ബാക്കിലേക്ക് പോകുമ്പോൾ തന്നെ ഈ ഒരു കോൺഷ്യസ് ലെവലിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ശുദ്ധബോധാവസ്ഥയിൽ എത്തുമ്പോൾ അത് പ്രകൃതിയിലും പ്രപഞ്ചത്തിലും സൃഷ്ടിക്കുന്നൊരു സന്തുലിതാവസ്ഥ, അത് അന്നും ഇന്നും ഒരു മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളൊരു ഫാസിനേഷനാണ് എനിക്കതിൽ കാണുമ്പം മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് അത് കണ്ടപ്പോൾ. ബേസിക്കലി അത് ഇന്ന് നമ്മൾ ശിവൻ എന്നുള്ള പേരിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രൈമോഡിയൽ ഫോമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഒരു പുരാതന ഇമേജ്. അത് പല കാലഘട്ടത്തിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മോഹൻജൊദാരോ സിവിലൈസേഷന് കുറച്ചും കൂടി ആക്യുറേറ്റ് ഡിപ്പിക്ഷനായിട്ട് എനിക്ക് തോന്നി. കാരണം 12,000 വർഷം മുമ്പാണോ ശിവൻ ജീവിച്ചിരുന്നതെന്ന് പലരും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന പർട്ടിക്കുലർ ലൈഫ് സ്റ്റൈൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി
ഈ സമൂഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുതന്നെയാണ് ഈ സമൂഹം ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിട്ട്, സമത്വമുള്ള സൊസൈറ്റി ആയിട്ട് മാറാനുള്ള കാരണവുമായിട്ട് ഞാൻ പറയുന്നത്. അവിടെ പ്രത്യേകിച്ചും 12,000 വർഷം ബാക്കിലേക്ക് ഈ സിവിലൈസേഷന് പോകേണ്ട കാര്യം പറയുമ്പോൾ, അതായത് അത് അന്ന് എക്സിസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ സയൻസിൽ ചില ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം ആ സമയത്ത് ഐസ് ഏജിൻ്റെ കാലഘട്ടമാണ്. അന്ന് ഇത്രയും ബെറ്റർമെൻ്റ് ഉള്ള ഒരു സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിശ്വസിക്കാൻ തന്നെ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇറ്റ് വാസ് പോസിബിൾ. പിന്നീട് ആ സിവിലൈസേഷൻ ഡൗൺ ആയി പോയതിനെ പറ്റിയും പറയേണ്ടതുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അതായത് നോക്കൂ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പശുപതിക്ക് സൈക്കിക് എബിലിറ്റി വർക്ക് ചെയ്യുന്നതായിട്ടുള്ളതാണ് സിമ്പിളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആ പശുപതി എന്നല്ല ആരാണോ ആ സീലിലുള്ളത് അവർക്കൊരു സൈക്കിക് എബിലിറ്റി ഉള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അവർ പ്രകൃതിയുമായിട്ട്, പ്രകൃതിയിലെ ജീവജാലങ്ങളുമായിട്ട് എത്രത്തോളം താതാത്മ്യത്തിലായിരുന്നു നമുക്ക് ആ ഒരു സീലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അപ്പോഴും ആ സിവിലൈസേഷൻ, ഇത്രയും സമത്വമുള്ള ഇഗാലിറ്റേറിയൻ ആയിരുന്ന ഒരു സൊസൈറ്റി കൊളാപ്സ് ചെയ്തു പോയി. അതവിടെ ഉണ്ടെന്ന് പോലും ആരും അറിയാത്ത വിധത്തിൽ അത് മൂടിപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് അടുത്ത സിവിലൈസേഷൻ വന്നു. സിന്ധു നദിയുടെ സംസ്കാരമൊക്കെ പോയി, വേറെ കാലം വന്നു. മോഹൻജദാരോ മണ്ണിനടിയിലേക്ക് പോയി. 1920 അത് വീണ്ടും തിരിച്ചു കിട്ടുന്നത്. ആക്സിഡൻ്റലി കണ്ടുപിടിച്ച, ഒരു ആക്സിഡൻ്റലി റീഡിസ്കവർ ചെയ്ത സംഭവമാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, അന്ന് ഇത്രയും പെർഫെക്റ്റ് ആയ സൊസൈറ്റി അന്നത്തെ കാലഘട്ടത്തിൽ വന്നിട്ടും അത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നമ്മുടെ സൊസൈറ്റി പെർഫെക്റ്റ് അല്ല, വളരെ കയോസാണ്. ചിലപ്പോൾ നമ്മളും ബെറ്റർമെൻറ്റിലേക്ക് പോവും, പെർഫെക്റ്റ് സൊസൈറ്റി ആവും, പെർഫെക്റ്റ് സിവിലൈസേഷൻ ആവും, വീണ്ടും നശിച്ചു പോകും. ഇറ്റ്സ് ഇന്നെവിറ്റബിൾ ആണ്. ഈ സിവിലൈസേഷൻ കൊളാപ്സ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ എന്താണ് എൻ്റെ പോയിൻ്റ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എൻ്റെ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. അന്ന് പശുപതി സീലിടുന്ന വ്യക്തിക്ക് ഇരിക്കാൻ സാധിച്ച ആ ഒരു ലെവൽ ഓഫ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് മൈൻഡ്ലെസ്നെസ്, അത് ഇന്നും പോസിബിളാണ്. ഏത് ജനറേഷനിലും ഏത് സിവിലൈസേഷനിലും 4 കോടി വർഷം മുമ്പായാൽ പോലും അത് പോസിബിളാണ്. കാരണം ശുദ്ധബോധാവസ്ഥ കാലങ്ങൾക്ക്, യുഗങ്ങൾക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് അതിങ്ങനെ കടന്നു പോവാണ്. കാരണം ഇറ്റ് ഹാസ് നോ സ്പേസ് ആൻഡ് ടൈം. അതിന് സ്ഥലകാലങ്ങളില്ല. അതെല്ലായിടത്തും എപ്പോഴും ഉണ്ട്. നമ്മൾ ഈ കെട്ടിപ്പടുക്കുന്നതൊന്നും എത്ര പെർഫെക്റ്റ് ആയാലോ നിലനിൽക്കില്ല എന്നുള്ളൊരു ഒരു ഉദാഹരണമാണ് മോഹൻജദാരോ. അത്രയും ഇന്നത്തെ സൊസൈറ്റിയായിട്ട് ടെക്നോളജി അന്നുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇല്ല, അതുകൊണ്ട് അത് പെർഫെക്റ്റ് അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് വാദിക്കാം. ഇറ്റ്സ് നോട്ട് മൈ പോയിന്റ്. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് മൈ പോയിന്റ്. എൻ്റെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ കെട്ടിപ്പടുക്കുന്ന കാര്യങ്ങൾ എത്ര പെർഫെക്റ്റ് ആയാലും അത് നിലനിൽക്കില്ല. പക്ഷേ പശുപതി സീലിൽ സ്വസ്ഥമായി ബോധാവസ്ഥയിലിരിക്കുന്ന പശുപതി, സാക്ഷാൽ പരമശിവൻ, അല്ലെങ്കിൽ ആരോ ഒരു മനുഷ്യൻ, അതിന്നും പോസിബിളാണ്, എന്നും പോസിബിളാണ്. ഈ മോഹൻജദാരോ നഷ്ടപ്പെട്ടു പോയിട്ടും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. യോഗയായാലും ഈ ഒരു യഥാർത്ഥ യോഗിക് ലെവൽ, അതായത് സച്ചിത്ത് ആനന്ദം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന, യോഗയുടെ പ്രൈം പർപ്പസ് എല്ലാവർക്കും അറിയില്ല, ചിത്തവൃത്തി നിരോധന, മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ശുദ്ധബോധാവസ്ഥയാണ്. മനസ്സില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നതാണ് ശുദ്ധബോധാവസ്ഥ. ആ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാര്യം. നമ്മൾ ഈ സിവിലൈസേഷനൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടും അതെപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി നിലനിന്നു. പണ്ട് ഹണ്ടർ ഗ്യാദറായിട്ട് മനുഷ്യൻ ജീവിച്ച കാലത്ത് പോലും ഇതുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. കാരണം ഇതറിയാനായിട്ടൊരു പെർഫെക്റ്റ് സൊസൈറ്റിയോ പെർഫെക്റ്റ് ടൈമിങ്ങോ ഒന്നും നമുക്ക് ആവശ്യമില്ല. മനുഷ്യൻ തന്നെ ആവണമെന്നുമില്ല. ബോധാവസ്ഥയിലുള്ള ഒരു ജീവന് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്നൊരു സത്യമാണത്. ഈ സത്യം ഇവിടെ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. മോഹൻജദാരോ ഒക്കെ കൊളാപ്സ് ചെയ്ത് പോയ പോലെ നമ്മളും നാളൊരിക്കൽ കൊളാപ്സ് ചെയ്ത് പോകും. ഈ സിവിലൈസേഷൻ പോകും. പക്ഷേ ശുദ്ധബോധാവസ്ഥയിലെത്തിയ മനുഷ്യന് അപ്പോഴും നിലനിൽപ്പുണ്ടായിരിക്കും. പശുപതി സിമ്പൽ ഇന്നും സർവൈവ് ചെയ്യുന്നു, അതിന് മുമ്പ് സർവൈവ് ചെയ്തിട്ടുണ്ട്, ഇനി യുഗങ്ങൾക്കപ്പുറത്തേക്ക് സർവൈവ് ചെയ്യും. ദ സ്റ്റേറ്റ് ഓഫ് ശിവ വിൽ സർവൈവ് എന്ന് പറയുന്ന പോലെ ശിവൻ്റെ അവസ്ഥ, ശിവൻ്റെ കഥയും സർവൈവ് ചെയ്ത് പോകും. നമ്മൾ സർവൈവ് ചെയ്യും. നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ആൾസോ ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് പ്യുവർ കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ പ്യുവർ അവയർനെസ് അവസ്ഥയിലായിരിക്കണം നമ്മൾ. അത് മറക്കാതിരിക്കുക. താങ്ക് യു.